വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളിയായ സാവരിയ എന്ന വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടതിന് പിന്നിൽ മതപരിവർത്തന ശ്രമം. ഇസ്ലാം മതം സ്വീകരിക്കാൻ പെൺകുട്ടി തയ്യാറാകാത്തതിനാലാണ് കൊലപാതകത്തിന് കാരണമായത്. ഹരിപ്പാട് സ്വദേശിനിയായ സാവരിയായ മലപ്പുറം സ്വദേശിയായ സദറുൽ അനം ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ ശരീരം ആസകലം മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. പ്രതി കുറ്റം സമ്മതിച്ചതായി വിവരമുണ്ട്. ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ആ ബന്ധുക്കളുടെ പ്രതികരണത്തിലേക്കാണ്. ഈ ചെക്കൻ ഈ കുട്ടീനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രാവശ്യം നിർബന്ധിക്കുക. അവിടെയുള്ള ആ പിള്ളേർ അത് കാണുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അവൾ സമ്മതിച്ചില്ല. ഈ ലാസ്റ്റ് സമയത്തേക്ക് പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും ആർക്കും അറിയില്ല എന്നാണ് ആ പിള്ളേർ പറഞ്ഞത്. കാരണം അത് എന്നോടല്ല, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞാണ്. അവരത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചെക്കനെ കാണാൻ വേണ്ടി ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് മെനക്കെട്ട് നോക്കി. എന്നെ കാണിക്കുക ഒന്നും ചെയ്തില്ല അവർ. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അവിടുത്തെ ഒരു ലേഡിയാണ്, ഒരു ലേഡിയാണ് അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അവരെന്നെ വന്ന് കാണുകയും അതുപോലെ തന്നെ ഈ ബോഡിയിലുണ്ടായിരുന്ന ചതവും മുറിവും, അതായത് കാല് മുതൽ തല വരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊന്നൊന്നുമല്ലത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വളരെ ബ്രൂട്ടലായിട്ട്, അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. വളരെയേറെ ഉപദ്രവിച്ചിട്ടാണ് ഈ കുട്ടിയെ കൊന്നിട്ടുള്ളത്, മോളെ കൊന്നിട്ടുള്ളത്. അതായത് ദേഹത്ത് മുറിവ് വരാത്ത ഒരു ഭാഗങ്ങൾ ഉണ്ടായിട്ടില്ല ശരീരത്തിൽ, അത്രയും ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ആ ചെക്കൻ രക്ഷപ്പെടരുത് എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ റീപോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ കേസ് ഇത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. ഹരിപ്പാട് സ്വദേശിനിയായ മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ, മലപ്പുറം സ്വദേശിയായ സദറുൽ അന്നം ഇഞ്ചിഞ്ചായി ദേഹത്തെല്ലാം പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വെറുതെ കൊലപ്പെടുത്തുകയായിരുന്നില്ല. ഇസ്ലാം മതം സ്വീകരിക്കാത്തതിന്റെ പേരിൽ ലാപ്ടോപ്പ് ഇട്ട് തലക്കടിക്കുന്നു. തലയ്ക്ക് മാത്രമല്ല, ശരീരം ആസകലം മുറിവുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആലപ്പുഴയിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി തയ്യാറാവുന്നത്. എന്തായാലും ക്രൂരമായ കൊലപാതകം, അതും മതപരിവർത്തനം നടത്താൻ വേണ്ടി ഉള്ള നിർബന്ധ ബുദ്ധിയോടെ അത് ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകം, അങ്ങനെ തന്നെ ഇതിനെ വിശേഷിപ്പിക്കാമല്ലോ. സുധീഷ് ഗോപാൽ കൂടുതൽ വിവരങ്ങൾ. വിനോദെ, അതിക്രൂരമായ കൊലപാതകം, അതും ഇത്തരത്തിൽ മതപരിവർത്തനത്തിനുള്ള നിരന്തര ശ്രമത്തിനൊടുവിൽ നടത്തിയ കൊലപാതകം എന്നതാണ് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് ബന്ധുക്കളും വെറുതെ പറയുന്നതല്ല. അവിടുത്തെ സഹപാഠികളായ വിദ്യാർത്ഥികൾ ഇതിൻ്റെ കേസ് അന്വേഷിക്കുന്ന ഉസ്ബെക്കിസ്ഥാനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഈ വിവരം പോലീസ് ഉദ്യോഗസ്ഥർ എംബസിക്കും കൈമാറിയിട്ടുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും മതപരിവർത്തന ശ്രമത്തിനിടെ ഭാഗമായുള്ള അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. ഹരിപ്പാട് സ്വദേശിനിയായ സാവരിയ എന്ന മെഡിക്കൽ വിദ്യാർത്ഥിനി, 22 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. അതും ദേഹമാസകലം, അത് കാലു മുതൽ തലവരെയും മർദ്ദിച്ച് ചതച്ച നിലയിലാണ് എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അത് നമുക്ക് സംപ്രേഷണം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ ചിത്രത്തിലടക്കം ആ പാടുകൾ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകമാണ്. ഒരു നിമിഷത്തെ പ്രകോപനം കൊണ്ട് ഉണ്ടായ ഒരു കൊലപാതകമല്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. എന്തു തന്നെയായാലും നേരത്തെയും ഈ പെൺകുട്ടിയെ സദറുൽ അനം എന്ന പെരിന്തൽമണ്ണ സ്വദേശി മർദ്ദിച്ചിരുന്നതായാണ് വ്യക്തമാകുന്നത്. അതിൻ്റെ നേരത്തെ കണ്ണിന് മുകളിൽ അത്തരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ ഉള്ള ചിത്രങ്ങളും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് പുറകെയാണ് ഇത്തരത്തിൽ കൊലപാതകം നടക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊലപാതകം നടക്കുന്നത്. അവിടെ നിന്നും ഏതെങ്കിലും തരത്തിൽ നിയമപരമായി ഊരിപ്പോരാൻ ഇല്ലെങ്കിൽ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കമുണ്ടായാൽ ഇവിടെ കേരളത്തിൽ ഇതിൻ്റെ തുടർ അന്വേഷണങ്ങളും തുടർ നടപടികളും ആയി മുന്നോട്ട് പോകാനാണ് ബന്ധുക്കളുടെ തീരുമാനം. എന്തുതന്നെയായാലും ഇപ്പോൾ ഹരിപ്പാട് പോലീസിലും ഇത് സംബന്ധിച്ച് FIR ഇട്ടിട്ടുണ്ട്. ഇത് ലവ് ജിഹാദിൻ്റെ ഭാഗം എന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും. അതിൻ്റെ ഭാഗമായുള്ള മതപരിവർത്തന ശ്രമത്തിനൊടുവിലുള്ള ഒരു അതിക്രൂരമായ കൊലപാതകത്തിലാണ് സാവരിയ എന്ന 22-കാരി ഇരയായിട്ടുള്ളത്. വിനോദ്, സാവരിയ എന്നുള്ള പെൺകുട്ടിയാണ്, മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഈ പെൺകുട്ടി സാവരിയ
ഹൈന്ദവ വിശ്വാസത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. അതിലുപരി ഇവർ കൃത്യമായും കേരളത്തിൽ നിയമപരമായ എല്ലാ നടപടികളുമായും മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ നടപടികൾ ഇവർ പരാതിയൊക്കെ ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രിക്കടക്കം പരാതി കൈമാറിയിട്ടുണ്ട്. ഹരിപ്പാട് പോലീസ് ഇതിനോടകം തന്നെ FIR ഇട്ടിട്ടുണ്ട്. എംബസിയുടെ ഭാഗത്തു നിന്നും കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നും വ്യക്തമായിട്ടുണ്ട്. അത് അവിടുത്തെ ഉസ്ബെക്കിസ്ഥാനിലെ അന്വേഷണ സംഘം വിവരങ്ങൾ ഇന്ത്യൻ എംബസിക്ക് കൈമാറിയിട്ടുണ്ട്. അവർ അതിനനുസരിച്ച് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിനടക്കം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകും. അവിടെ നിന്നും ഏതെങ്കിലും തരത്തിൽ കേസിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തുടർ നടപടികൾ കേരളത്തിൽ ഉണ്ടാവുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ നിയമ നടപടികളുമായി ഏതറ്റം വരെയും പോകും എന്നതാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളതും. വിനോദ്, എന്തായാലും ആഭ്യന്തരമന്ത്രിയുടെ ജില്ലയിൽ തന്നെ സ്വന്തം മണ്ഡലത്തിൽ തന്നെയാണല്ലോ ഇങ്ങനെ ഒരു ദാരുണ മരണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ നേരിട്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിടും, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഊർജിതമായ ഒരു അന്വേഷണത്തിന് മുൻകൈ എടുക്കും എന്നുള്ളതാണോ ബന്ധുക്കളുടെ ഒരു പ്രതീക്ഷ? അവർ ആഭ്യന്തരമന്ത്രിയെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭരണ നേതൃത്വത്തെ നേരിൽ കണ്ട് അവരുടെ സങ്കടം ബോധിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടോ സുധീഷ് ഗോപാൽ? ഇതിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, ഇന്ത്യക്ക് വെളിയിൽ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. അതിനപ്പുറം സ്വാഭാവികമായും ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് മരിച്ചിട്ടുള്ളത്, സാവരിയ ബസന്ത്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ തുടരന്വേഷണങ്ങളിലെല്ലാം അത്തരത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ എല്ലാ നീക്കവും ഇടപെടേണ്ട കാര്യങ്ങളെല്ലാം പരാതി കൊടുക്കുന്നതായാലും മറ്റു കാര്യങ്ങൾ െല്ലാം വളരെ കർശനമായി തന്നെ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതി അത് അവർ എടുത്തു പറയുന്നു, കേവലം പ്രകോപനത്തിൻ്റെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്താൽ ഉണ്ടായ കൊലപാതകമല്ല. അതുകൊണ്ട് തന്നെ വളരെ ക്രൂരമായി ആണ് മർദ്ദിച്ച ശേഷമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനിലാണ് മലയാളിയായ മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ കൊല്ലപ്പെടുന്നത്. മതപരിവർത്തനത്തിൻ്റെ പേരിലാണ് കൊല്ലപ്പെടുന്നത്. ഇസ്ലാം മതം സ്വീകരിക്കാൻ പെൺകുട്ടി തയ്യാറാകാത്തതിൻ്റെ പേരിലായിരുന്നു കൊലപാതകം. ഹരിപ്പാട് സ്വദേശിനിയായ സാവരിയാണ് മലപ്പുറം സ്വദേശിയായ സാദറുൽ അനം ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. എന്തായാലും പെൺകുട്ടിയുടെ ശരീരം ആസകലം മർദ്ദനമേറ്റ പാടുകൾ ഉണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നു. പ്രതി കുറ്റം സമ്മതിച്ചതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.